മഞ്ചേശ്വരം പാലക്കാടിന്റെ നടുക്കുന്ന സർവേയാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. എൻ്റെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ വിഷയത്തിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർ ചിലപ്പോൾ ബിജെപിക്കാരായിരിക്കും, എൽഡിഎഫുകാരായിരിക്കും, യുഡിഎഫുകാരായിരിക്കും. അതുകൊണ്ട് ഒരു പാർട്ടിക്ക് ഞാൻ ഒരിക്കലും സപ്പോർട്ട് കൊടുക്കുന്നില്ല. അതായത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നതും അതിനുശേഷം ഞാൻ പേഴ്സണലി ഒരു ലിങ്ക് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ആർക്കാണ് വോട്ടിടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ രണ്ട് സർവേ ഫലമാണ്. അതായത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന പാലക്കാടും മഞ്ചേശ്വരവുമാണ്. പൊന്നു പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പറയാം. അതായത് ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ജയിക്കൂന്ന് പറയാം, എത്ര ഭൂരിപക്ഷത്തിന് ജയിക്കൂന്ന് പറയാം, അതിൻ്റെ വ്യക്തമായ കാരണം കൂടി ഞാൻ പറയും. അതൊക്കെ കേട്ടിട്ട് വേണം തന്തക്കും തള്ളക്കും കമന്റ് ഇടാൻ. തന്തക്കും തള്ളക്കും കമന്റ് ഇട്ടാൽ അതിന്റെ റീപ്ലൈയും കൂടി നിങ്ങൾ കേൾക്കണം. നല്ലോണം ഞാൻ തരും റിട്ടേൺ. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സർവേ ഫലത്തിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് BJP-യുടെ മുതിർന്ന ഒരു നേതാവ് ഇന്നലെ ചർച്ചയ്ക്ക് ഇരുന്നിട്ട് 8ന്റെ പണി വാങ്ങുകയാണ്. അതായത് BJP-യുടെ സ്ഥാനാർത്ഥി ആരെന്ന് അറിയാത്ത ഒരു BJP നേതാവ്. അത് നമുക്ക് അദ്ദേഹം സസ്യാവുന്ന ആ ഒരു വീഡിയോ ആദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, BJP-യുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? മനുവിന് അറിയുമോ? ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലേ തൃപ്പൂണിത്തുറയിൽ? എനിക്കറിയാം. മനുവിന് അറിയുമോ? എനിക്കെന്താ അറിഞ്ഞുകൂടാത്തത്? ആരാണ് അത്? ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലെങ്കിൽ അറിയണ്ട. ഒരു മാധ്യമ പ്രവർത്തകൻ അറിയില്ലെങ്കിൽ അറിയണ്ട. എനിക്കറിയാം BJP-യുടെ കാൻഡിഡേറ്റ് ആരാണെന്ന് എനിക്കറിയാം. രാഷ്ട്രീയ പോരാട്ടം അല്ല, അത് മനുവിന് അറിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അറിയാമെങ്കിൽ അറിയില്ലെങ്കിൽ പറയേണ്ടതേ. ആര്യാന്നുള്ളൊരു ജേർണലിസ്റ്റ് BJP-യുടെ പത്രസമ്മേളനം നടത്തി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ച് NDA കാൻഡിഡേറ്റ് അറിയില്ലെങ്കിൽ പറയേണ്ട. BJP-യുടെ പത്രസമ്മേളനത്തിലല്ല അനൗൺസ്മെന്റ് വന്നത്. BJP-യുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? ഞാൻ ചോട്ടെ, NDA മുന്നണിക്കിൽ ഉള്ള ഒരാളുടെ ഇത് പ്രഖ്യാപിച്ചു, അതിൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ പറയേണ്ടെന്ന്. നിങ്ങൾ ഇത്രയും വസ്തുത ഏറ്റവും ഒരു ചെറിയ ചോദ്യം ചോദിക്കുന്നത് വളരെ വിനയത്തോടു കൂടി മനുവിനോട് ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചു പറ. അത് ഞാൻ ചോദിക്കട്ടെ, 2020 കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? എനിക്കറിയാം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. ആ പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് അവിടെ ഉണ്ട്. നിങ്ങളുടെ റിപ്പോർട്ടുണ്ട്, വിളിച്ചു ചോദിച്ചാൽ മതി. എന്റെ ചോദ്യം, തൃപ്പൂണിത്തുറയിൽ BJP-യുടെ NDA-യുടെ കാൻഡിഡേറ്റ് ആരാണ്? BJP പ്രതിനിധിയായി വന്നു നിൽക്കുന്ന യുവമോർച്ചയുടെ നേതാവായ താങ്കൾക്ക് പോലും തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയില്ല. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, ഞാൻ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നേരിട്ടിങ്ങ് ചോദിച്ചാൽ മതി. അതിന്റെ ഇടയിൽ സ്ഥാനാർത്ഥിയാണെന്ന് അറിയാമെന്നുള്ള ചോദ്യം നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന, ഇവിടെ നിരവധി തവണ പത്രസമ്മേളനം നടത്തിയ, നിങ്ങളുടെ തന്നെ ചാനലിൽ ബൈറ്റ് കൊടുത്ത ഒരു സ്ഥാനാർത്ഥി ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ അത് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ്. അത് തൃപ്പൂണിത്തുറയിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു. ഞാൻ തൃപ്പൂണിത്തുറ വിട്ടു മനു. കൊടുങ്ങല്ലൂരിൽ ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? പിന്നെ അടുത്ത പറയും. കൊടുങ്ങല്ലൂരിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? NDA-യുടെ സ്ഥാനാർത്ഥിയാണ്, 2020 സ്ഥാനാർത്ഥിയാണ്. ആരാണത്? അല്ല, ഞാൻ അങ്ങനെ ഇപ്പൊ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം പറയട്ടെ, ഇത്തിരിയെങ്കിലും വിദ്യാഭ്യാസമുള്ള ഒരുത്തനെ ചർച്ചക്കിരുത്തിയുടെ. അതായത് ലോകത്തിൽ നടക്കുന്ന ഒരു ചരിത്രം ഒന്നുമല്ല. BJP-യുടെ സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ അതുപോലും അറിയാത്തവരെയാണ് നിങ്ങൾ ചർച്ചയിലേക്ക് ഇരുത്തുന്നത്. ഇത് വളരെ വളരെ വൃത്തികേടാണ്. എലക്ഷന്റെ സമയത്ത് എലക്ഷൻ സംബന്ധിച്ച ചോദ്യം വരും. ഇതിവിടെ ഈ ചങ്ങായിക്ക് BJP-യുടെ സ്ഥാനാർത്ഥി ആരെന്ന് പോലും അറിയില്ല. യൂട്യൂബർമാർക്ക് പോലും അറിയും. ചെറിയ ചെറിയ റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് പോലും, രാഷ്ട്രീയപരമായി റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് പോലും അറിയും. ഇതൊക്കെ അറിയേണ്ടതല്ലേ? BJP-യുടെ നേതാവല്ലേ? ബബ കളിക്കുകയാണ് ഇവൻ. അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, നടുക്കുന്ന ആ ഒരു സർവേ ഫലത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് പിഷാരടിയും അഖിൽമാരാറും തമ്മിൽ തല്ലാണ്. നമുക്ക് ആദ്യം പിഷാരടി അഖിൽമാരാറെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇന്ത്യയുടെ ഭാഗമായ അഖിൽമാരാർ അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. ഇതുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കാം. പിഷാരടി പറഞ്ഞത് 100% ശരിയല്ലേ? അതായത് അഖിൽമാരാറോട് നാണമുണ്ടോ? അഖിൽമാരാറെ, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ഇന്ന് പറഞ്ഞ കാര്യം നമുക്കൊക്കെ അറിയാം. അഖിൽമാരാറ് അതായത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് BJP-യെ എതിർത്ത് സംസാരിച്ച ഒരാളാണ്. BJP വർഗീയവാദികൾ എന്ന് പറഞ്ഞ ഒരാളാണ്. നേരെ പിറ്റേന്ന് പറയുകയാണ് BJP നല്ലവർ. അതിനുശേഷം LDF-നെ കുറ്റം പറയുന്നു.
പിന്നീട് LDFനെ പൊക്കി പറയുന്നു, അതിനുശേഷം കോൺഗ്രസിനെ പൊക്കി പറയുന്നു, വീണ്ടും കോൺഗ്രസിനെ തള്ളിപ്പറയുന്നു. എന്താണിത്? ആഴ്ചയിൽ ഒരു നിലപാടോ, ആഴ്ചയിലുള്ള ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറിനുള്ളിൽ നിലപാട് മാറ്റുകയാണ്. ഇങ്ങനെയുള്ളവർക്ക് കോൺഗ്രസ് രമേശ് ചെന്നിത്തല ഒരു കാര്യം പറയുകയാണ്, പുനഃപ്രവേശനം ഘടിപ്പിക്കുന്നതല്ല. രമേശ് ചെന്നിത്തലയോട് ഒരു ചോദ്യം, അഖിൽ മാരാർക്ക് എന്തുകൊണ്ടാണ് സീറ്റ് കൊടുക്കാത്തത്? അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ ഉത്തരം, പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ യോഗ്യതയില്ല, പിന്നെ അദ്ദേഹം MLA ആയാൽ എന്ത് ചെയ്യും എന്നാണ്. അത് നിലപാടില്ല. ഇപ്പോ ഒരു MLAക്ക് നല്ല നിലപാട് വേണം. അഖിൽ മാരാർക്ക് പണ്ട് ഓസ്റ്റാറിൽ വോട്ട് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ആരും മറ്റേ ഈ ഇലക്ഷനിൽ വോട്ടിടാനൊന്നും പോകുന്നില്ല. ഓക്കെ, പിഷാരടിക്ക് മറുപടിയുമായി അഖിൽ മാരാർ വന്നിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. പിഷാരടി പാലക്കാട് പറഞ്ഞത് അഖിൽ ഇന്ന് പറയുന്ന എല്ലാ അടുത്ത ആഴ്ച പറയുന്നത് ചുരുങ്ങി 2 വർഷങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വേണം അഖിൽ പറയുന്ന പരാമർശങ്ങളിൽ പ്രതികരണം നടത്താനെന്നാണ് പിഷാരടി പറഞ്ഞത്. എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് പ്രാക്ടിക്കലി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുകയായിരുന്നില്ല, മറിച്ച് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 2020 എന്ന് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ സിനിമയിൽ നിന്നുള്ളവരും സീരിയൽ നാണമുണ്ടോ മാരാറെ? ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ മാരാറെ? ഓക്കെ, അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം മഞ്ചേശ്വരം മണ്ഡലമാണ്. എന്റെ തന്തക്കും തള്ളക്കും ഇപ്പൊ കുറെ കമന്റ് ഒക്കെ വരും. ഞാൻ പ്രഖ്യാപിക്കും, അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് പേഴ്സണലി ഒരു പാർട്ടിയുമില്ല. കാരണം എനിക്ക് കുറെ കമന്റ് വന്നു, നീ പാർട്ടിയിൽ നിൽക്കരുത്, ഒരു യൂട്യൂബർ ആയതുകൊണ്ട്. പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ കാണോ? അതായത് മഞ്ചേശ്വരത്ത് SDPIന്റെ ഒരു സ്ഥാനാർത്ഥി അങ്ങ് നിർത്തുകയാണ്. കഴിഞ്ഞ വർഷം SDPIക്ക് അവിടെ സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. ഇപ്രാവശ്യം SDPIന്റെ ഒരു സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ പേര് M അഷ്റഫ് എന്നാണ്. UDF സ്ഥാനാർത്ഥിയുടെ പേര് AKM അഷ്റഫ് ആണെങ്കിൽ ഈ പറയുന്ന SDPIയുടെ സ്ഥാനാർത്ഥി M അഷ്റഫ്. ഇതിൽ എന്ത് പ്രശ്നമെന്നല്ല നിങ്ങൾ ചോദിക്കുന്നത്. അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ സുരേന്ദ്രന്റെ പകരം, അതായത് സുരേന്ദ്രൻ മത്സരിച്ചിരുന്നു. സുന്ദരൻ എന്ന് പറയുന്ന ഒരാളും കൂടി മത്സരിച്ചിരുന്നു. അപ്പോ BJP വോട്ട്, സുരേന്ദ്രന് കുത്തേണ്ട വോട്ട് ഈ പറയുന്ന സുന്ദരന് പോയി എന്നതാണ്. സ്വതന്ത്രനായ സുന്ദരന് 508 വോട്ടാണ് അന്ന് കിട്ടിയത്. നിങ്ങൾ നോക്കൂ, മഞ്ചേശ്വരം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ സ്വതന്ത്രർക്ക് അത്ര വോട്ട് കിട്ടുന്നില്ല. ഏകദേശം 10, 20, 30 വോട്ട് വെറുതെ നിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോ സുന്ദരന് 500-ലേറെ വോട്ട് കിട്ടിയതിന്റെ കാരണം അത് സുരേന്ദ്രനാണ്, അതായത് അത് സുരേന്ദ്രൻ ആണ് എന്ന് ഏതോ ഒരു അമ്മമാർ, ഒരു മിനിറ്റ് ലൈറ്റ് ഒന്ന് ഓണാക്കാം, ഏതോ ഒരു അമ്മമാർ അറിയാതെ, ഇപ്പൊ സ്കൂളൊന്നും പഠിക്കാത്ത ചില അമ്മമാർ അറിയാതെ വോട്ടിട്ടതാണ് സുരേന്ദ്രൻ എന്ന് വിചാരിച്ചിട്ട് സുന്ദരൻ വോട്ടിട്ടതാണ്. ഓക്കെ, അപ്പോ ഇപ്രാവശ്യം SDPI കടുത്ത തീരുമാനമാണ്. ഒരു സ്ഥാനാർത്ഥി അങ്ങ് പ്രഖ്യാപിച്ചു. അപ്പോൾ ആർക്കാണ് അവിടെ ജയസാധ്യത എന്ന് പറഞ്ഞാൽ പൊന്നു പ്രേക്ഷകരെ സുരേന്ദ്രനാണ്. ഓക്കെ, അതായത് കേരളത്തിൽ BJP എത്ര സീറ്റ് നേടും എന്ന് ചോദിച്ചാൽ ഒരൊറ്റ സീറ്റാണ്. ആ സീറ്റ് എൻ്റെ അഭിപ്രായ പ്രകാരം അത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഈ പറയുന്ന സുരേന്ദ്രൻ. നിങ്ങൾ ചോദിക്കും എത്ര ഭൂരിപക്ഷം, ഇഞ്ചോടിഞ്ച് മത്സരം വരുമോ? ഒരിക്കലും ഇഞ്ചോടിഞ്ച്. ഞാനിപ്പോ ചിലർ പറയും BJPയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചോ. ഇല്ല, ഈ വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ പിന്ന് ചെയ്ത് വെച്ചോളൂ. എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല പൊന്നു പ്രേക്ഷകരെ. ഞാൻ ഇനിയും ഇലക്ഷൻ സംബന്ധിച്ച് വീഡിയോ ഇടും. ബാക്കി 139 മണ്ഡലത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. കേരളത്തിൽ ഒരൊറ്റ സീറ്റാണ് അതായത് BJP കിട്ടാൻ പോകുന്നത്. അത് മഞ്ചേശ്വരത്ത് മാത്രമാണ്. അതായത് നിങ്ങൾ പറയും കടുത്ത മത്സരമോ? ഒരിക്കലും കടുത്ത മത്സരമല്ല. 2000-ഓ 3000-ഓ വരുന്ന ഭൂരിപക്ഷത്തിൽ അവിടെ സുരേന്ദ്രൻ ജയിക്കും. അതിന്റെ കാരണം ഞാൻ പറയാം. ഒന്ന് SDPI ആണ്. അതായത് AKM അഷ്റഫിന് കിട്ടേണ്ട ചില വോട്ടുകൾ മിനിമം, അതായത് SDPI ജാഥയിൽ തന്നെ ഈ സമരത്തിൽ നിന്ന് നമുക്കൊരു 10-300 ആൾക്കാരെ കാണാൻ പറ്റും. ഓക്കെ, SDPIക്ക് മിനിമം ആ ഒരു മണ്ഡലത്തിൽ 1000-ഓ 2000-ഓ വോട്ട് ഉറപ്പായിട്ടും പോകും. അപ്പോൾ എന്ത് നഷ്ടമാണ് AKMന്? കഴിഞ്ഞ വർഷം SDPI സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഈ പറയുന്ന AKM 700 ചില്ലാന വോട്ടിന്, അതായത് വെറും 700 ചില്ലാന വോട്ടിന് ജയിച്ചത്. നോക്കൂ നിങ്ങൾ, അതിന്റെ ബാക്ക് ആയിട്ടുള്ള വർഷം PV അബ്ദുൾ റസാഖ് ജയിച്ചത് വെറും 89 വോട്ടിനാണെന്ന് ഓർക്കണം. അപ്പോഴൊക്കെ SDPIയുടെ സപ്പോർട്ട് UDFന്, മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓക്കെ, ഞാൻ ഭൂരിപക്ഷം സുരേന്ദ്രന്റെ ഭൂരിപക്ഷം 3000 കടക്കുമെന്ന് പറയുന്നതിന്റെ കാരണം പൊന്നു പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കി കേൾക്കണം. അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും LDFും UDFും ഒരു ഡീല് പോലെ. അതായത് LDF പറയും ആര് ജയിച്ചാലും BJP ജയിക്കരുത്.
എന്നാൽ ഇത്തവണ അത് അങ്ങനെയല്ല. അതായത് പൈവളിക പഞ്ചായത്ത് എൻ്റെ സ്വന്തം നാടാണ്. ഈ പൈവളിക പഞ്ചായത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നല്ലോ, ഒരു പഞ്ചായത്ത് ബൈ ഇലക്ഷൻ നടന്നല്ലോ. സോറി, ബൈ ഇലക്ഷൻ അല്ല, പഞ്ചായത്ത് ഇലക്ഷനിൽ BJPക്ക് അധികാരം കിട്ടുമെന്ന ഒരവസ്ഥ വന്നപ്പോൾ, LDFന് അധികാരം കിട്ടുമെന്ന ഒരവസ്ഥ വന്നപ്പോൾ UDFന്റെ 2 പഞ്ചായത്ത് മെമ്പർമാർ BJPക്ക് വോട്ട് കൊടുക്കുകയാണ്. അത് LDFന് നല്ലോണം കടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ LDF വോട്ട് ഇവിടെ ഒരിക്കലും UDFന് പോകില്ല. ഇവിടെ മഞ്ചേശ്വരത്ത് പ്രത്യേകിച്ചിട്ട് LDF ചിത്രത്തിലില്ല. കൂടിപ്പോയാൽ 20,000-ഓ 25,000-ഓ വോട്ടാണ് LDFന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ LDF ഒരു കാര്യം ചിന്തിക്കും, ഞങ്ങൾ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല, UDF ജയിക്കരുത്, AKM അഷ്റഫിന് വോട്ടിടൂല എന്ന് പറഞ്ഞിട്ട് K സുരേന്ദ്രന് വോട്ടിടാൻ പോകുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാം, മഞ്ചേശ്വരം മണ്ഡലക്കാരോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി, അവിടെ AKM അഷ്റഫിന് ആരും സപ്പോർട്ട് കൊടുക്കുന്നില്ല. സ്വന്തം നാട്ടുകാർ. AKM അഷ്റഫ് നല്ലവനാണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു വീഡിയോ ഇട്ട് ക്ലിയറായി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നല്ല രീതിക്ക് വികസനം കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. സ്കൂൾ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പൈസ കൂടുതലും ചിലവാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മഞ്ചേശ്വരം മണ്ഡലം ഇവിടെ BJP പിടിക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് പാലക്കാട് മണ്ഡലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ VD സതീശനും രാജീവ് ചന്ദ്രശേഖരും കുറച്ച് തമ്മിൽ തല്ലുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, പോലത്തെ ഒരാൾ പറയാൻ പാടില്ല. കോൺഗ്രസിനെ നാണം കെട്ട പാർട്ടി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിശേഷിപ്പിച്ചത്. അത് അദ്ദേഹത്തെ പോലത്തെ ഒരാൾ പറയാൻ പാടില്ല. കാരണം കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയാണ്, പാർലമെന്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമാണ്, രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയാണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നാണം കെട്ട പാർട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം അറിയില്ല, രാഷ്ട്രീയം അറിയില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ബിസിനസ്സുകാരനാണ്. ആകാശത്ത് നിന്ന് നൂല് കെട്ടി കേരളത്തിൽ ഇറക്കിയതാണ് BJPക്കാർ. 3 പ്രാവശ്യം അദ്ദേഹം രാജ്യസഭാ അംഗമായപ്പോഴും BJP ടിക്കറ്റിലല്ല ജയിച്ചത്. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. ഞാൻ സാധാരണ വ്യക്തിപരമായ ആരോപണങ്ങൾ പറയുന്ന ഒരാളല്ല. പക്ഷേ എൻ്റെ പ്രസ്ഥാനത്തെ നാണം കെട്ട പാർട്ടി എന്ന് ഒരു BJPക്കാരെ വിശേഷിപ്പിച്ചാൽ ഞാനതിന് മറുപടി പറഞ്ഞിരിക്കും. ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടിയിറക്കിയ ബിസിനസ്സുകാരൻ ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട. അതാണ് എൻ്റെ മറുപടി. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട. ഞങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട. ഓക്കെ, VD സതീശൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പാലക്കാട് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൊന്നു പ്രേക്ഷകരെ, പാലക്കാടിൽ അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് VD സതീശന്റെ മണ്ഡലത്തിൽ VD സതീശൻ തോൽക്കുമെന്നാണ് കുറെ പേര് കമന്റ് ഇട്ടത്. എന്നാൽ അതിനുള്ള ഉത്തരം കൂടി നമ്മുടെ VD സതീശൻ തരുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, പറവൂർ നിയോജക മണ്ഡലത്തിൽ VD സതീശൻ തന്റെ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രചരണം ആരംഭിച്ചിട്ട് എങ്ങനെയുണ്ട്? ഞാൻ കുറേ വർഷമായിട്ട് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ്. ഇതെൻ്റെ വീട് പോലെയാണ്. ഞാൻ ഓരോ കുടുംബത്തിലെ അംഗമാണ്. എല്ലാവരെയൊക്കെ പേരെടുത്ത് വിളിച്ചറിയാനുള്ള ആത്മബന്ധമുണ്ട്. എല്ലാ പ്രാവശ്യവും അവരെനിക്ക് കൂടുതൽ ഭൂരിപക്ഷം തന്നാണ്. ഓരോ പ്രാവശ്യത്തേക്കാൾ തലേ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം തന്നാണ് എന്നെ എല്ലാ പ്രാവശ്യവും വിജയിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു ആത്മബന്ധമാണ്, ഒരു രാഷ്ട്രീയ ബന്ധമല്ല. രാഷ്ട്രീയത്തിന് അപ്പുറമായിട്ട് ഒരുപാട് ആളുകൾ വോട്ട് ചെയ്യാറുണ്ട്. മണ്ഡലത്തിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നുണ്ട്. കാരണം സംസ്ഥാനത്തിന്റെ ആകമാനം കാര്യങ്ങൾ നോക്കണം. എന്നോട് അവർ പറഞ്ഞേക്കണേ നോമിനേഷൻ കൊടുത്തിട്ട് പോയിക്കൊള്ളാനാണ് പറഞ്ഞേക്കണം. ഇവിടെ നിൽക്കേണ്ട, ബാക്കിയുള്ള സ്ഥലത്ത് പോയി വർക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല സംഘടനാ ബലം UDFനും കോൺഗ്രസിനും ഉള്ള നിയോജകമണ്ഡലമാണിത്. എല്ലാ ബൂത്തുകളിലും പ്രവർത്തകരും എല്ലാ കാര്യങ്ങളുമുള്ള ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമുള്ള സ്ഥലമാണ്. ഇപ്പം ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് വൈകുന്നേരമാണ്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഇവിടെ മുഴുവൻ മതിലെഴുതി കഴിഞ്ഞ് മുഴുവൻ പോസ്റ്റ് വെട്ടി കഴിഞ്ഞ് അത്രയും സജീവമായിട്ടുള്ള നേതാക്കളും പ്രവർത്തകരും ഉള്ള സ്ഥലമാണ്. ഞാൻ ഒന്നും അറിയണ്ട, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. പോസ്റ്റർ അടിച്ചതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല, മതിലെഴുതിയതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അതെല്ലാം അവർ ചെയ്യും. ഞങ്ങളെല്ലാം പറഞ്ഞല്ല, ഈ രാഷ്ട്രീയ ബന്ധത്തിനേക്കാൾ അപ്പുറം ഒരു ആത്മബന്ധമുള്ള ഒരു സ്ഥലമാണ്. എനിക്കത് എന്ത് വാക്കുകൊണ്ട് വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഓരോ തവണയും ശക്തരായ എതിരാളികളാണ് വരുന്നത്. അല്ല, അത് എപ്പോഴും എതിരാളികൾ കരുത്തരായിരിക്കും. അതിനെന്താണ്, നമ്മളിത് രാഷ്ട്രീയ മത്സരമല്ലേ, അവരോട് നമുക്ക് വേറെ വിരോധമൊന്നുമില്ലല്ലോ. ഇപ്പം ഇവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അദ്ദേഹം എൻ്റെ വലിയ സുഹൃത്താണ്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ആ സുഹൃത്ത് ബന്ധത്തിനൊന്നും ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല. എൻ്റെ ഭാഗത്തു നിന്നോ അല്ലെ എൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിൻ്റെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യവും പറയില്ല. ഞാൻ പറയണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പറഞ്ഞിട്ടുണ്ട്. അത്രയും ബന്ധം ഞങ്ങൾ തമ്മിലുള്ളതാണ്. അങ്ങനെയൊന്നും പറയില്ല. ഇങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ട് പറയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞാലും ആ സുഹൃത്ത് ബന്ധം അതുപോലെ തന്നെ തുടരും. അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തോട് മത്സരിക്കാൻ പറഞ്ഞു, എൻ്റെ പാർട്ടി എന്നോട് മത്സരിക്കാൻ പറഞ്ഞു. രാഷ്ട്രീയ മത്സരമാണ്. ഓക്കെ, ഇവിടെ VD സതീശൻ ഇങ്ങനെയാണ് പറഞ്ഞത് പൊന്നു പ്രേക്ഷകരെ. അതിനുശേഷം ഗോപാലൻ, വർഗീയതയുടെ വിഷം തുപ്പുന്ന ഗോപാലൻ, അതായത് ഗോപാലൻ പറഞ്ഞത്
ഹിന്ദു MLA വേണം. അവനോട് ആദ്യം ഒരു കാര്യം, നാണമുണ്ടോടാ നിനക്കൊക്കെ? എന്താണ് ഇവിടെ ജാതിമത ഭേദമില്ലാതെ ഞങ്ങളൊക്കെ ഒരു ചോരയാണെന്ന് ജീവിക്കുമ്പോൾ നീയൊക്കെ എന്തിനാണ് ആ വർഗീയത കൊണ്ടുവരുന്നത്? ഒരു പെൺകുട്ടി ഇവന് നല്ലോണം കൊടുക്കുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അതിനുശേഷം പാലക്കാടിന്റെ സർവേ ഫലം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ. മതം പറഞ്ഞ് വോട്ട് ചോദിക്കാതെ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിക്കും, വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കും. അല്ലാതെ ഇങ്ങനെ പച്ചക്ക് വർഗീയത പറഞ്ഞിട്ടല്ല വോട്ട് ചോദിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് എന്തുകൊണ്ട് ഒരു ഹിന്ദു MLA ഇല്ല എന്ന്. അതെ, എന്തുകൊണ്ടൊരു ഹിന്ദു MLA അവിടെ ഇല്ല? അതിനുത്തരം മറ്റൊന്നുമല്ല, അവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ജാതിയോ മതമോ പേരോ നോക്കാതെ മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരെയാണ് ജയിപ്പിച്ചു വിടുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലായി ഇടതുപക്ഷം അവിടെ തുടർച്ചയായി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഇതേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് എല്ലാ ഹിന്ദുക്കളെയും ക്ഷേത്രത്തിൽ കയറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ചരിത്ര പ്രധാനമായ ഒരു സമരമുണ്ട്. അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 1931-32 കാലഘട്ടത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം. ആ സമരത്തിന് അന്ന് നേതൃത്വം കൊടുത്ത പ്രധാന വ്യക്തികളിൽ 2 പേര് ഇതേ ഇടതുപക്ഷത്തിന്റെ ആളുകളായിരുന്നു. അതിൽ ഒന്നാമത്തെ ആളുടെ പേര് ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ അഥവാ പാവങ്ങളുടെ പടത്തലവനായ സഖാവ് AKG. രണ്ടാമത്തെ ആള് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് സഖാവ് P. കൃഷ്ണപിള്ള. അവര് കഷ്ടപ്പെട്ട് ചോരയും നീരും വീർപ്പും ഒഴുക്കി നേടിത്തന്ന മണ്ണാണത്. അവര് സമരം ചെയ്ത് വാങ്ങിച്ചു തന്ന അവകാശങ്ങളാണ് ഇന്ന് ഈ കേരളത്തിൽ കാണുന്ന പലതും. അവര് നയിച്ച, അവര് വളർത്തിയ പാർട്ടിയാണ് കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പുകളിലായിട്ട് ഗുരുവായൂർ വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ മതേതരത്വവും. മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, കേരളത്തിലെ അനേകം സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് തന്നെയാണ് ആ മണ്ണിൽ ജയിക്കാൻ ഏറ്റവും അർഹത. ഇടതുപക്ഷത്ത് നിന്ന് ഒരു MLA ആ മണ്ഡലത്തിന്റെ പ്രതിനിധാനം ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അയാൾ മുസ്ലിം ആണോ, ഹിന്ദു ആണോ, ക്രിസ്ത്യൻ ആണോ എന്ന് നോക്കേണ്ടതില്ല. അയാളുടെ മതവും ജാതിയും എല്ലാം അയാളുടെ പേരിന് പുറകിലല്ല, പേരിന് മുന്നിലാണ്. സഖാവ് അതിലുണ്ട് ഈ പറഞ്ഞതെല്ലാം. ഇതുപോലെ മതം പറഞ്ഞു വോട്ട് ചോദിച്ചു വരുന്ന എല്ലാവരോടും കൂടിയാണ്, അത് ഏത് പാർട്ടി ആയാലും. നിങ്ങൾ വികസനം പറഞ്ഞു വോട്ട് ചോദിക്കുക, അഴിമതികൾ ചൂണ്ടിക്കാണിച്ച് വോട്ട് ചോദിക്കുക, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും, മതേതരത്വ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജനം വോട്ട് ചെയ്യും. വർഗീയത ഒഴിവാക്കുക, എന്നിട്ട് മനുഷ്യനാകും. ഇത് എല്ലാവരോടും കൂടിയാണ്. 100% ശരിയല്ലേ? അതായത് നമ്മൾ വോട്ട് ചോദിക്കേണ്ടത് ഭരണം, അതായത് പിണറായി വിജയൻ കാണിക്കും തെമ്മാടിത്തരം ഇവറ്റകൾ കാണിക്കാം. അതായത് പിണറായി വിജയൻ നല്ല രീതിക്ക് ഭരിക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വോട്ട് ചോദിക്കാമല്ലോ. ഹിന്ദു ഹിന്ദുവായ ഒരാൾ ജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞത് എന്താണ്? എന്തൊക്കെയാണ് നമ്മൾ ഈ ചാവാനില്ലേ? ആ ചങ്ങായിക്ക് വയസ്സുവായി ഉടൻ തന്നെ പോകുമെന്നാണ്. പൊന്നുപ്രേക്ഷകരെ, പാലക്കാടിന്റെ ഞെട്ടിക്കുന്ന നടുക്കുന്ന സർവേ ഫലത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ കുറെ പേര് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന് സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്നല്ലേ. അത് പക്ക ഫേക്കാണ്. അതായത് രാഹുൽ ജയിച്ചതിനേക്കാളും 2000-മോ 3000-മോ അധികം പിഷാരടി അവിടെ, അതായത് ഒരു ഏകദേശം 10-12,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിഷാരടി അവ ജയിക്കും ഉറപ്പാണ്. അതിന്റെ ആദ്യം ഒരു 2-3 കാരണമുണ്ട്. അതിലെ ആദ്യ കാരണം ഞാൻ പറയാം. ഒന്നാമത് എതിരാളി ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ട്. ആരാണ് ശോഭാ സുരേന്ദ്രൻ? വായി കൊണ്ട്, അതായത് വർഗീയത മാത്രം തുപ്പുന്ന ശോഭാ സുരേന്ദ്രൻ. ഒരു കാര്യം പറയാം നിങ്ങൾക്ക്, ശോഭാ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് അങ്ങ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്താൽ ലൈക്ക് ചെയ്യാൻ ആളില്ല. നേരെ മറിച്ചിട്ട് പിഷാരടി ഒരു പോസ്റ്റ് ചെയ്താൽ ലൈക്ക് മില്യൺ കണക്കിനും വ്യൂസും ലൈക്കുമാണ് അതിന് കിട്ടുന്നത്. കാരണം ഒരു കാര്യം ഞാൻ പറയാം, അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിച്ചിട്ട് എന്ത് മണ്ണാങ്കട്ട് ചെയ്യാനാണ്? നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ കാരണം BJP ശക്തരായിട്ടുള്ള ഇവ കെ സുരേന്ദ്രനായ, ഒരു പക്ഷേ കെ സുരേന്ദ്രനായിരുന്നെങ്കിൽ നമുക്ക് ഫൈറ്റ് എന്ന് പറയാമായിരുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും BJPയുടെ നേതാക്കളാണ് അവരെ മത്സരിക്കുന്നതെങ്കിലും ഒക്കെ. ശോഭാ സുരേന്ദ്രൻ ആരെങ്കിലും ചോറ് കഴിക്കുന്ന ആരെങ്കിലും അവിടെ വോട്ടിടും. നല്ല ഭൂരിപക്ഷത്തിൽ അവിടെ രമേശ് പിഷാരടി ജയിക്കും. അത് പിന്നീട് രണ്ടാമത്തെ കാരണം, നമ്മുടെ രമേശ് പിഷാരടി വോട്ടിന് നിൽക്കുന്ന സമയത്ത് ആദ്യം വിളിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുലെ എന്നോട് മത്സരിക്കാൻ പറഞ്ഞു, ഞാൻ മത്സരിക്കണോ എന്ന്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് രാഹുലിനും ഷാഫിയുമാണ്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്വതന്ത്രനായി മത്സരിച്ചാൽ ഒരു പക്ഷേ 100% ജയിക്കാൻ സാധ്യതയുള്ള ഒരു വലിയൊരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ നമ്മുടെ രാഹുലിന്റെ അനുഗ്രഹം കൂടി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പൊന്നു പ്രേക്ഷകരെ, ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണണം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രചാരണത്തിലേക്ക് എത്തുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. ഓക്കെ.
രാഹുൽ പ്രചാരണത്തിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും ഫാൻസുള്ള രാഹുലിൻ്റെ വോട്ടും പിഷാരടിക്ക് കിട്ടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ എഴുതി വെച്ചോളൂ. മഞ്ചേശ്വരം കെ സുരേന്ദ്രന്, പാലക്കാടിൽ പിഷാരടി. ബാക്കിയൊക്കെ സർവേ ഫലങ്ങളൊക്കെ ഞാൻ ഒന്നൊന്നായിട്ട് നാളെ കേരളത്തിൽ മൊത്തത്തിൽ ആര് ഭരിക്കും, കോൺഗ്രസിന് എത്ര സീറ്റ്, BJPക്ക് എത്ര സീറ്റ്, LDFന് എത്ര സീറ്റ്, അങ്ങനെ ഒരു സർവേ ഞാൻ നാളെ എന്തായാലും കൊണ്ടുവരാം. അതിന് മുമ്പ് പൊന്നു പ്രേക്ഷകരെ നടുക്കുന്നൊരു വീഡിയോയും കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കത് കേട്ടുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. ആ ഘട്ടം ഉമ്മൻചാണ്ടിയുടെ രീതികളിൽ നിന്ന്, ഉമ്മൻചാണ്ടിയുടെ തീരുമാനങ്ങളിൽ നിന്ന് ഒരു തിരുത്തൽ വേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഷാഫി അതുപോലൊന്ന് ആ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മാറ്റം വരുത്തേണ്ടതായി എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് പിന്നെ അദ്ദേഹത്തെ തിരുത്തേണ്ടിയിരുന്നത് പറയാൻ മാത്രമുള്ളൊരു എക്സ്പീരിയൻസോ അതിന് മാത്രമുള്ളൊരു എക്സ്പോഷറോ ഉള്ള ആളൊന്നുമല്ല ഞാൻ. അത് ഇഷ്യൂ ബേസ്ഡ് ആണ്. ചിലപ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിയേക്കാം, ചിലപ്പം നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായിട്ട് വന്നേക്കാം. പക്ഷെ അതിൻ്റെ ഒരു അപ്രോച്ചിനെയാണ്, അതിൻ്റെ ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ ഡിസിഷനെ അല്ല നമ്മൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്യൂസിനോടുള്ള അപ്രോച്ചിനെയും മെൻറ്റാലിറ്റിയാണ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ എല്ലാവരുടെയും എല്ലാ തീരുമാനങ്ങളും ശരിയായിട്ടോ അല്ലെങ്കിൽ എല്ലാവരുടെയും എല്ലാ തീരുമാനങ്ങളും തെറ്റായിട്ടോ വരില്ലല്ലോ. ഇപ്പം ഞങ്ങൾ തന്നെ പറയാറുണ്ട്, ഇപ്പം ഒരു ഉദാഹരണത്തിന് സോളാർ കേസിൽ സാർ ഇത്ര ഓപ്പണായി അല്ലെങ്കിൽ ഇത്ര ഇങ്ങനെ പ്രതിപക്ഷം പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ വിധേയനായി നിന്ന് കൊടുക്കണ്ട, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്മീഷനെ തീരുമാനിക്കുമ്പോൾ ഇങ്ങനെ പിൽക്കാലത്ത് പേഴ്സണലൈസ്ഡായി പിന്നെ മറ്റുള്ളവർക്ക് അറ്റാക്ക് ചെയ്യാൻ അവസരം ഒരുക്കി കൊടുക്കുന്ന തരത്തിൽ ഒക്കെ പെരുമാറുന്ന ആളുകളെയൊക്കെ വെക്കുന്ന അത്രയും ഓപ്പൺ ആവേണ്ട കാര്യമൊന്നും അതിനകത്തില്ലായിരുന്നു എന്നുള്ളൊരു ഒരു ഗവൺമെൻറ് എക്സ്ചക്കറിന് 1 രൂപയോട് പോലും നഷ്ടം സംഭവിക്കാത്ത പിന്നെ ഒരു തരത്തിലുള്ള നിയമലംഘനം ഇല്ലാത്തൊരു കേസിനകത്ത് പോലും അത്രയും പിന്നെ ഓപ്പണായി. അതിനിപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി, ഇപ്പം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറയുമ്പം അത്രയും മണിക്കൂറുകൾ അവിടെ ചെന്നിരുന്ന് ഒട്ടും അൺഹെൽത്തി അല്ലാത്ത ക്വസ്റ്റ്യൻസിനെ പോലും അങ്ങനെ ഇരുന്ന് ആൻസർ ചെയ്തപ്പം സാർ അത്രയും അതിന് വഴങ്ങിക്കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പം എൻഡ് ഓഫ് ദ ഡേ ഇപ്പം ഇന്ന് പോലും വന്നിരിക്കുന്ന വാർത്തകൾ എന്താ, ജയിലിൽ നിന്ന് പുറത്ത് വന്ന കത്തിൽ 4 പേജ് പിന്നീട് ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്ത് അത്രയും വ്യക്തിപരമായിട്ടുള്ള വേട്ടയാടാനുള്ള അവസരം ഒരുക്കി കൊടുത്തതിനകത്ത് സാറെടുത്ത ആ ഒരു സ്റ്റാൻഡ്, പക്ഷെ അതിന് വേറൊരു ഗ്രേസ് ഉണ്ട്. അതിന് പിന്നെ അത് ഉമ്മൻചാണ്ടിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ ഉമ്മൻചാണ്ടി സാർ, അതായത് കോൺഗ്രസിനോട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ രാഹുലിനെതിരെ ഒരു കേസ് വരുമ്പോൾ, പ്രിയ കോൺഗ്രസ്സുകാരാ, നിങ്ങളുടെ വലിയൊരു നേതാവായ ഉമ്മൻചാണ്ടി സാറിനെതിരെ കള്ളക്കേസ് വന്നില്ലേ, നിങ്ങൾക്ക് അത് വെച്ച് ഡിഫെൻഡ് ചെയ്യാമായിരുന്നു. അതായത് രാഹുലിനെതിരെ വരുന്ന കേസ് സരിതയെപ്പോലെ കള്ളമാണെങ്കിലോ, ഞങ്ങളുടെ വലിയൊരു നേതാവായ ഉമ്മൻചാണ്ടിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഞങ്ങൾക്കൊരു അനുഭവമുണ്ട്, അതുകൊണ്ട് കോടതി രാഹുൽ തെറ്റുകാരന് എന്ന് പറയുന്നു. അന്നു മുതലേ ഞങ്ങൾ രാഹുലിനെ ശിക്ഷിക്കാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു? അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, ഞാൻ 2 സർവേ ഫലം പറഞ്ഞല്ലോ. അപ്പോൾ നാളെ നമ്മൾ സമയമുണ്ടെങ്കിൽ മറ്റേ കേരളം ആര് ഭരിക്കുമെന്ന ചർച്ച നടത്താം. ഇപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.